നമുക്ക് കളർ പേപ്പർ വെച്ചിട്ട് ഇതേ കണക്കത്തെ ഒരു പൗച്ച് ഉണ്ടാക്കിയെടുത്താലോ? ഇതുണ്ടാക്കാനും വളരെ സിമ്പിളാണ്. ഈ കാണിച്ചിരിക്കുന്ന മെഷർമെൻറ്റ്സിൽ നമ്മൾ പേപ്പറെല്ലാം അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ചാർട്ട് പേപ്പറാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതിൽ 18 സെൻറ്റിമീറ്റർ വരുന്നൊരു സ്ക്വയർ പീസ് ഉണ്ട്. അത് നമ്മൾ ബോക്സിൻ്റെ ഷേപ്പിലോട്ടാക്കി കൊടുത്തിട്ട് ഇതേ കണക്ക് ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തതിനകത്ത് 18 സെൻറ്റിമീറ്റർ ലെങ്തും 3 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്തും വരുന്ന ഇതേപോലത്തെ റെക്റ്റാങ്കുലർ ഷീറ്റ് കാണും. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വൈറ്റ് സ്ട്രിപ്സ് ഇല്ലേ, അത് ഇതേ കണക്ക് അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇത് നമ്മൾ ബോക്സിൻ്റെ ക്യാപ്പായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ബോക്സിനകത്ത് വെച്ച് മെഷർമെൻറ്റ്സ് എല്ലാം നോക്കിയതിന് ശേഷമാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ലാസ്റ്റ് ക്യാപ്പ് കയറിയില്ലെങ്കിൽ പണി കിട്ടത്തില്ലേ. അതുകൊണ്ട് മെഷർമെൻറ്റ് എടുക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ക്യാപ്പിൻ്റെ ബേസായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ 6 സെൻറ്റിമീറ്റർ വരുന്ന 3 ഷീറ്റ്സ് നേരത്തെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഷീറ്റ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ബാലൻസ് വരുന്ന പോർഷൻസ് എല്ലാം കട്ട് ചെയ്തെടുത്തപ്പോൾ എനിക്കെന്താ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കാര്യം വേറെ ചാർട്ടൊന്നും കയ്യിലില്ല. എന്തായാലും അളവെടുത്ത് ചെയ്തുകൊണ്ട് ക്യാപ്പ് ചതിച്ചില്ല. ക്യാപ്പ് കറക്റ്റായിട്ട് ഫിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബോക്സിൻ്റെ ബേസിന് വേണ്ടി നേരത്തെ കട്ട് ചെയ്ത് വെച്ചതിനകത്ത് രണ്ടാമത്തെ 6 സെൻറ്റിമീറ്ററുള്ള ഒരു ഷീറ്റില്ലേ, അതിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് അതും നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ബാലൻസ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബോക്സ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പക്ഷേ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല, അതെനിക്കറിയാം. അപ്പോൾ നമുക്ക് ഇംപെർഫെക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു സംഭവം ചെയ്താലോ? നമുക്ക് നമ്മുടെ ബോക്സിനെ പ്ലെയിനായിട്ട് ഇങ്ങനെ കണ്ടിട്ട് ഒരു രസമില്ലല്ലേ. അപ്പോൾ അതിനെ കുറച്ചുകൂടെ ക്യൂട്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 വൈറ്റ് പേപ്പറിൽ ഇങ്ങനെ കണ്ണ് വരച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ സിമ്പിളായിട്ട് ഇങ്ങനെ കൺപീലിയും വായും ഒക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ലുക്കൊക്കെ ഉണ്ട്. പിന്നെ കുറച്ചുകൂടെ ഒരു ലുക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ 3 6 സെൻറ്റിമീറ്ററുള്ള ഷീറ്റ് കട്ട് ചെയ്തെടുത്തില്ലായിരുന്നോ മുമ്പ്, അതിനകത്ത് 2 എണ്ണം നമ്മൾ ബേസായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് മൂന്നാമത് നമ്മൾ കട്ട് ചെയ്ത് നമ്മളെല്ലാം ഗിഫ്റ്റൊക്കെ പൊതിയുമ്പോൾ ഒരു സംഭവം വെക്കത്തില്ലേ, എൻ്റെ പേരെന്താണ്, അത് ഞാൻ മറന്നുപോയി. ഗിഫ്റ്റൊക്കെ പൊതിഞ്ഞ് കെട്ടുന്ന ഒരു സാധനം, അതേ കണക്ക് ലുക്ക് വരുന്ന ഒരു ഐറ്റമാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ നോക്കുന്നത്. അതേ കണക്കൊന്നും വന്നിട്ടില്ല, എന്നാലും ഞാൻ ഏകദേശം ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് വെച്ച് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നതൊന്ന് കട്ടായി പോയായിരുന്നു. അതാണ് നിങ്ങൾക്ക് ഇൻകംപ്ലീറ്റ് ആയിട്ട് തോന്നുന്നത്. അപ്പം ഞാൻ എന്തോ ചെയ്തതെന്ന് വെച്ചാൽ അത് നൂത്തിട്ട് അതിനകത്ത് നമ്മൾ 4ആയിട്ടല്ലായിരുന്നോ കട്ട് ചെയ്തിരുന്നത്, അതിനകത്ത് ഒരു സൈഡ് എടുത്ത് കളഞ്ഞിട്ട് നമ്മളിങ്ങനെ കേൾ ചെയ്ത് കൊടുക്കുന്ന സൈഡ് 2ഉം കൂടി ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും മാക്സിമം കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഞാൻ അതിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ ഒരു മുത്തും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതപ്പം ഒട്ടിച്ചപ്പോൾ രസമായിട്ട് തോന്നി. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ ഒട്ടിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ ബോക്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ നമ്മുടെ